കൃപായുഗം അതിൻ്റെ സന്ധിയിലേക്ക് അടുക്കുകയാണ്. ഇത്രയും പ്രവചനങ്ങൾ ഒരുപോലെ നിവർത്തിയായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരുപറ്റം ദൈവമക്കളാണ് ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെങ്കിൽ, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനമാണ് ഇവിടെ ഇരിക്കുന്നത്. കെ എബ്രഹാമിന് നേരിട്ട് കാണുവാൻ കഴിയാഞ്ഞ പ്രവചന നിവർത്തികൾ, YSKL സാറിന് നേരിട്ട് കാണുവാൻ കഴിയാഞ്ഞ പ്രവചന നിവർത്തികൾ, എന്തിന് കാലം കണ്ട കരുത്തുറ്റ കർത്തൃദാസന്മാരായ DL മൂഡിക്കോ CH സ്പർജനോ നേരിട്ട് കാണാൻ കഴിയാഞ്ഞ പ്രവചന നിവർത്തികൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നെങ്കിൽ, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്ന ബോധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ ക്ലാസ്സിലിരുന്ന് കരമൊന്ന് അടിച്ചു പറയണം, ആമേൻ കർത്താവായ യേശുവേ വരയണമേ എന്ന്. CV രാമൻ ഭാരതത്തിൻ്റെ പ്രതിഭ. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. യാത്രാ ട്രെയിൻ മുൻപോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് താൻ ചാടിക്കയറി ട്രെയിനിൻ്റെ ചങ്ങല വലിച്ചു. ആളുകൾ അടുത്ത് വന്ന് റെയിൽവേ ഗാർഡ് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? അപ്പോൾ പറഞ്ഞു, ഈ ട്രെയിനിൻ്റെ മുൻപിൽ അധികം വിദൂരമല്ലാതെ പാളം തകർന്നു കിടപ്പുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അങ്ങയ്ക്ക് എങ്ങനെയത് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ആ ലക്ഷണം കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് റെയിൽവേ ഗാർഡ് പരിശോധന നടത്തി. 500 മീറ്റർ അപ്പുറത്ത് പാളം തകർത്തിട്ടിരിക്കുകയാണ് വിപ്ലവകാരികൾ. തിരിച്ചു വന്നവർ ചോദിച്ചു ഭവ്യതയോടെ, അങ്ങയ്ക്ക് എങ്ങനെ മനസ്സിലായി ഇതിനപ്പുറത്ത് ഈ പാളം തകർത്തിട്ടിട്ടുണ്ടെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണം. ട്രെയിൻ പാളത്തിലൂടെ ഓടുമ്പോൾ ചുക് 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 എന്ന ആ ശബ്ദം ഇഞ്ചൻ്റെ ശബ്ദം തന്നെയല്ല, പാളവും ഇഞ്ചനും തമ്മിലുള്ള താളത്തിൻ്റെ ശബ്ദമാണെന്നും, പാളം തകർന്നാൽ ഇഞ്ചൻ്റെ താളത്തിൻ്റെ ശബ്ദം മാറുമെന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി പാളത്തിലെ ശബ്ദത്തിൻ്റെ താളം മാറി തുടങ്ങിയിട്ട് ഞാൻ ഊഹിച്ചു, ലക്ഷണം കണ്ടപ്പോഴേ ഇതിൻ്റെ പാളം തെറ്റിയിട്ടുണ്ടെന്ന്. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? എൻ്റെ മുൻപിലിരുന്ന് ദൈവവചനത്തിൻ്റെ പ്രാരംഭ ബോധ്യങ്ങളെങ്കിലുമുള്ള ദൈവമക്കൾ ഒന്ന് ആത്മമണ്ഡലത്തിൻ്റെ ചെവിയോർത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതുപോലെ കൃപായുഗം അതിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് അടുത്തു വരുന്ന തെളിവുകൾ നിരന്ന ഒരു കാലമുണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ അവസാന പേജുകളിലേക്ക് അടുക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ ഒരു വേദഭാഗമുണ്ട്. ഞാനീ പറയുമ്പോൾ ആ വേദഭാഗം നിങ്ങൾക്ക് മനസ്സിലാകും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിപ്പാനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കുവാനും മൃഗത്തിന് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് അധികാരം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്തോത്രം, വലം കൈമേലോ നെറ്റിമേലോ മുദ്രയുള്ളവൻ അല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. സ്തോത്രം. ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അത് 666. ആ പ്രയോഗം കെ എബ്രഹാം സാർ വായിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, TG ഉമ്മച്ചൻ വായിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, മുൻകഴിഞ്ഞ് നമ്മുടെ പിതാക്കന്മാരൊക്കെ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രയോഗത്തിൻ്റെ യഥാർത്ഥ ഭാഷയുടെ അർത്ഥം നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചത് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾക്കാണ്. ഞാനിവിടെ ആ വാക്യം മലയാളത്തിൽ ഒരു വശത്ത് കൊടുത്തിട്ട് ആ വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഗം മുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ദാറ്റ് ദ ഇമേജ് ഓഫ് ദ ബീസ്റ്റ് ഷുഡ് വാട്ട് സ്പീക്ക് എന്ന് കൊടുത്തിരിക്കുന്ന മൃഗത്തിൻ്റെ ഇമേജ് സംസാരിക്കുന്ന കാലം, ഇമേജ് സംസാരിക്കുന്ന ഭാഷ, ഇമേജ് സംസാരിക്കുമോ, ചിത്രം സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ, ചിത്രം സംസാരിക്കുന്നതിനെ കുറിച്ച് മുൻകഴിഞ്ഞവർക്കൊരു പിടിയുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഓപ്പറേഷൻ നടത്താൻ മുതൽ പലതിലും AI മുൻപിൽ വന്നിരിക്കുമ്പോൾ, ഓർക്കുക, ന്യൂസ് റീഡ് ചെയ്യുന്ന നിരവധി പ്രോഗ്രാമുകളിൽ ഇമേജ് നേതൃത്വം നൽകുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ജീവൻ്റെ വചനം
ഒരു കറുത്ത കാലത്തിൻ്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്രയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതൊക്കെ എൻ്റെ കൺമുൻപിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കൈകെട്ടി ഉറങ്ങേണ്ടവരല്ല. അവർ വിളിച്ചു പറയണം, ഇതാ ഇമേജ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ന്യൂസ് വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പലതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയണം, ആമേൻ കർത്താവായ യേശുവേ വരയണമേ എന്ന്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, അവസാന ഘട്ടമെടുക്കുമ്പോൾ സഭയുടെ ചിത്രം എങ്ങനെയായിരിക്കും? തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സഭ വിശ്വാസത്യാഗത്തിലേക്ക് നീങ്ങും. അതാണ് ലെവോദിക്കൻ പീരീഡിന്റെ പശ്ചാത്തലം. ഞാനത് വിശദീകരിക്കുന്നില്ല. സഭ വിശ്വാസത്യാഗത്തിലേക്ക് നീങ്ങും. ഞാൻ ചോദിക്കുന്നു, യുഗത്തിന്റെ അന്ത്യത്തിൽ സഭ എത്തിച്ചേരുമ്പോൾ സഭ എങ്ങനെ എത്തും എന്നതിനെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഭയത്തോടെ കേൾക്കേണ്ട വാക്യമാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. അവർ വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം കൊടുത്തും പോന്നു, വിവാഹത്തിന് കൊടുത്തും പോന്നു. പ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ഔവണ്ണം തന്നെയാകും. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ചോദിക്കുന്നു, നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെല്ലാം നിരീശ്വരവാദികളായിരുന്നുവോ? ദൈവാസ്തിക്യ നിഷേധികളായിരുന്നുവോ? അല്ല, ദൈവാസ്തിക്യ നിഷേധികളായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് 8 പേർ മാത്രം പെട്ടകത്തിൽ കയറി? ഒരു വെൺകീർ മേഘം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പെരുമഴ വരാൻ തുടങ്ങുന്നു എന്ന പ്രസംഗം 1 നൂറ്റാണ്ടിലധികം മുഴങ്ങിയിട്ടും പെട്ടകത്തിൽ കയറാൻ 8 പേരല്ലാതെ 9ാമതൊരാളില്ലായിരുന്നു. ഇനിയും എന്തായിരുന്നു നോഹയുടെ പ്രസംഗ വിഷയം? നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്നുകൊണ്ട് നശിക്കാത്ത ഭൂമിയുടെ ദർശനമായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. ഇന്ന് രാത്രി പറയട്ടെ, ഇത് കേൾക്കാനും കർത്താവിദാസൻ പറഞ്ഞതുപോലെ ഇത് പറയാനും ആളില്ലാത്ത ഒരു കാലത്തേക്ക് ചരിത്രം വരും. 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ ജനത്തിൻ്റെ മുൻപിൽ മനഃശാസ്ത്രപരമായി അവതരിപ്പിച്ച് ജനത്തെ വൈകാരികമായി ഇക്കിളിയിടുന്ന ഒരു തലമുറയ്ക്ക് നടുവിൽ നിത്യതയുടെ ദർശനം പങ്കുവയ്ക്കാൻ ദൈവജന കണ്ണുകളെ തുറക്കട്ടെ. നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്ന് നശിക്കാത്ത ഭൂമിയുടെ ദർശനം പ്രസംഗിക്കാൻ ആളില്ലാത്ത ഒരു കാലം. ദൈവത്തിന് സ്തോത്രം. യുഗം അതിൻ്റെ സന്ധിയിലേക്ക് അടുക്കുകയാണ്. പിന്മാറ്റം കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുന്ന കൊടുങ്കാറ്റ് പോലെ ഉയരും. ഈ തലമുറയിൽ നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ ഓർക്കുക, സഭകൾ വചനത്തിൽ നിന്നും അകന്നു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിന് പുറകിൽ സഭകൾക്ക് പ്രാദേശിക കൺവെൻഷനുകളും പരസ്യയോഗങ്ങളും മാത്രമല്ല, ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വചന പഠനങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. വചന പഠനത്തിന് മുൻപിലിരുന്ന് അനുതാപത്തോടെ കരഞ്ഞ നാളുകൾ സഭയ്ക്കുണ്ടായിരുന്നു. ഇന്ന് സഭയ്ക്ക് അതിൽ നിന്ന് തുലോം അകന്നുപോയി. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, ഞാൻ ഒരാഴ്ച അന്ത്യന്യായവിധി മുതൽ വർത്തമാന ഭൂത ഭാവികാല ന്യായവിധികൾ വരെയുള്ള ന്യായവിധി എന്ന സബ്ജക്റ്റ് ഒരു പ്രത്യേക ബൈബിൾ ക്ലാസ്സിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 6ാം ദിവസം വെള്ളിയാഴ്ച രാത്രി എത്തി. വെള്ളിയാഴ്ച രാത്രിയിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നിതുപോലെ പ്രസൻറ്റ് ചെയ്തിട്ട് ന്യായാസനത്തിൻ്റെ സമയം, ന്യായാസനത്തിൻ്റെ സ്ഥലം, ന്യായാസനത്തിൻ്റെ സാക്ഷികൾ, ന്യായാസനത്തിൻ്റെ തൊണ്ടി സാധനങ്ങൾ, ന്യായാസനത്തിൻ്റെ വിസ്താരം, എന്തിനെല്ലാം ന്യായവിധി, വിശ്വാസികൾക്ക് എന്തിനെല്ലാം ന്യായവിധി, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഷർട്ടെ പിടിച്ച് പുറകിലിരുന്ന ഒരാൾ ഇങ്ങനെ വലിക്കുന്നു. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കരഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആ ദൈവദാസൻ എന്നോട് പറയുകയാണ്, പിടിച്ചു നിൽക്കാൻ വയ്യ പാസ്റ്ററെ, ഒരല്പസമയം ഒന്ന് തരാമോ? 100-300ഓളം ആളുകൾ സദസ്സിലുണ്ട്. ഈ ദൈവദാസന്മാർ 10-25 പേര്, 10-20 പേരോളം സ്റ്റേജിലുണ്ട്. മൈക്രോഫോൺ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഇരിക്കുന്ന പാസ്റ്ററെ കുറിച്ച് വേറൊരാളിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതാണ്, ഈ നാട്ടിലില്ലാത്ത പല കഥകളും ഞാൻ ചമച്ചിരുന്നു. ഇദ്ദേഹം എനിക്ക് ദ്രോഹം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്നെനിക്ക് ബോധ്യമായതുകൊണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് മുഴുവൻ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നുവെന്ന്.
ഈ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ ഞാൻ അവിടെ നെവിരെ നിൽക്കില്ല. ഇതോർക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുന്നു. ഈ സദസ്സിനെ സാക്ഷിയാക്കി ഈ ദൈവദാസനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മുൻപോട്ട് വീണ് ക്ഷമ ചോദിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് തിരിച്ച് ക്ഷമ ചോദിച്ച് ശനിയാഴ്ച കർത്തൃമേശയോടെ ആ ബൈബിൾ ക്ലാസ് അവസാനിച്ച രംഗം എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ ഓടിയെത്തുന്നു. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന യുവക്കൾ പറയട്ടെ, ആരാധനയ്ക്ക് പ്രാധാന്യം നൽകണം, സഭയ്ക്കകത്ത് ആരാധന ഉയരണം. എന്നാൽ പലപ്പോഴും പല ആരാധനകളും കച്ചിക്ക് തീ പിടിക്കുന്നത് പോലെ മാത്രമായിരിക്കുമ്പോൾ നിന്ന് കത്തുന്ന മുട്ടിക്ക് തീ പിടിക്കുന്ന അനുഭവം വചനപഠനത്താലേ ഉണ്ടാകൂ. അതുകൊണ്ട് സഭകൾ വചനപഠനത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വചനപഠനം. ഇവിടെ വചനപഠനത്തിൽ നാം ശ്രദ്ധേയമായ ട്രാക്റ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രാക്റ്റിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ അറിയാവുന്ന എത്ര പേരുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നത് അധികപ്പറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് മുതൽ അതിൽ കുറെ കൂടെ വ്യക്തമായി ഉറയ്ക്കട്ടെ എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇതിനകത്തെ 8 പ്രതീകങ്ങൾ പാപത്തിൻ്റെ പിതൃഭാവമാണ്. അവിടേക്കൊക്കെ നമ്മൾ കടന്നുപോയി. അടുത്തതായി കാണുന്ന ഈ പ്രത്യേകതകൾ ഉൾപ്പെടെ അത് മനസാക്ഷിയോടും ദൈവദൃഷ്ടികളോടുമുള്ള ചിത്രീകരണമാണ്. നിഗളം എന്ന പാപം മുതൽ പാപം ആരംഭിക്കുകയാണ്. ഓർക്കുക, ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്തിൻ്റെ വേർപെട്ട പിതാക്കന്മാർ ശരീരത്തിനെതിരെ മത്സരിക്കത്തക്ക വിധത്തിൽ ആത്മീക പോരാട്ടം പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് കേൾക്കുകയേ വേണ്ട. ഒരിക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശി നടന്നു പോയപ്പോൾ അല്പം വിശപ്പോടെയാണ് നടന്നു പോയത്. ഉടനെ ഒരു മാടക്കടയുടെ മുൻപിൽ, സ്തോത്രം, ഒരു പൂവൻ കൊല പഴുത്ത് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. താൻ ആർത്തിപോടെ മൂത്ത്, ആർത്തിയുള്ളവൻ ഈ പഴക്കൊലയെ നോക്കി നിൽക്കുന്നത് പോലെ എന്ന പഴഞ്ചൊല്ല് പോലെ അങ്ങോട്ടൊന്ന് നോക്കി മുൻപോട്ട് കാല് വെച്ചു, താഴെ വീഴുകയും ചെയ്തു. കടയിലിരുന്ന ആളുകൾ ഓടി വന്ന് ഉപദേശിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു പ്രത്യേക വാക്കുണ്ട്, ഡാ അവനെ എഴുന്നേൽപ്പിക്കേണ്ടടാ, അവൻ അവിടെ കിടക്കട്ടെ. വല്ല കടയുടെ മുന്നേ തൂങ്ങിക്കിടക്കുന്ന പൂവമ്പഴത്തെ നോക്കാൻ ഇവനോട് ആര് പറഞ്ഞു ഇച്ചിരി നേരം അവിടെ കിടക്കട്ടടാ? സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കുമ്പനാടിനടുത്തൊരു സഭയിൽ ഒരു സഭായോഗം കഴിഞ്ഞ് ഒരു കർത്തൃദാസനോട് ഒരു വിശ്വാസി ഒന്ന് ഏറ്റുമുട്ടി. അസഭ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും വാക്കിന് മൂർച്ച കൂടി. യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. കതകടച്ച് നേരെ അകത്ത് കയറി. ഭാര്യയും കുഞ്ഞുങ്ങളും ചോറ് വിളമ്പി വെച്ചിട്ട് വിളിച്ചിട്ട് വരില്ല, കതക് തുറക്കില്ല. എന്നിട്ട് അദ്ദേഹം നെഞ്ചത്തടിച്ചുകൊണ്ട് അകത്തിരുന്നു കൊണ്ട് പറയുകയാണ്, ഞാനത് പറയരുതായിരുന്നു. ഒടുവിൽ കഴിക്കാൻ വരാതെ വന്നപ്പോൾ അകത്ത് കരച്ചിൽ ഉയരുന്നത് കണ്ടപ്പോൾ കുഞ്ഞുങ്ങളും ഭാര്യയും ചുമതലപ്പെടുത്തിയ ആളിനെ വിട്ട് ഉപദേശിയെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ചു. അതിനുശേഷം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഓ, അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി അരക്കപ്പാക്കി കയ്യിൽ കിട്ടിയാൽ ഒറ്റ മോന്തിനകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും കടുകു വറുത്ത ചിരിയോടെ പ്രൈസ് ദി ലോർഡ് കൊടുക്കാൻ തൊലിക്കട്ടിയും ഇരിക്കട്ടിയുമുള്ള ആത്മീയന്മാർ വളഞ്ഞു വിളയുന്ന ഈ തലമുറയിൽ പാപബോധം എന്നൊന്ന് പെന്തക്കോസ്ത് സഭകളിൽ അസ്തമിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി കിട്ടാനുള്ള പണത്തിന് വേണ്ടിയല്ല, വാങ്ങിക്കാനുള്ള വസ്തുവിന് വേണ്ടിയല്ല, നിത്യത കൈവിട്ടു പോകാതിരിക്കാൻ സ്വന്തം പാപബോധമോർ തലറിക്കറയുന്ന ഒരു ജനറേഷനെ ദൈവം ക്ഷണിക്കുകയാണ്. രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. എന്താണ് നിഗളത്തിൻ്റെ ബാഹ്യഭാവം? ശരീരത്തെ മോഹരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യാപരിച്ച സ്പിരിറ്റ് ദൂതരിലെ പാപത്തിൻ്റെ സ്പിരിറ്റാണ്. അത് പിതൃപാപമാണ്. അടുത്തത് 2 മണവാട്ടികളുടെ ചിത്രത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിക്കുമ്പോൾ, സ്തോത്രം, അവൾ അതിനാൽ അലങ്കൃതയായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി
ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുന്നവളാണ്. ഇന്ന് രാത്രി ഓർക്കുക, ഒന്നിൻ്റെ അടയാളം, സ്തോത്രം, മോഹരൂപത്തിൽ അവതരിപ്പിക്കുന്ന ജഡത്തെ മരിപ്പിക്കാത്ത പ്രകൃതമാണെങ്കിൽ മറ്റൊന്നിൻ്റെ അടയാളം വിശുദ്ധിയാണ്. നിത്യതയെ കാണാൻ കൊതിക്കുന്നെങ്കിൽ നിഗളത്തിന്മേൽ ജയമെടുക്കണം. ദൈവത്തിന് സ്തോത്രം. അശുദ്ധി വിശദീകരിക്കുന്നില്ല. ലൗകികാഹ്ലാദം, അലസത, പക, വെറുപ്പ്, അസൂയ, വഞ്ചന, അത്യാഗ്രഹം, ഫോഷ്ക്, ഇവയെല്ലാം മനസാക്ഷിയിൽ ആധിപത്യം പുലർത്തുന്ന ദൈവശബ്ദം കൊണ്ട് എതിരെ സംസാരിച്ച് ദൈവത്തിന് പരിശുദ്ധാത്മാവ് വസ്തുതകളെ കാണുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ ഹൃദയത്തിന് ചുറ്റും ദൈവസ്നേഹം കത്തി നിൽക്കുമ്പോൾ, വചനത്തിൻ്റെ പ്രതീകം ഉയർത്തുന്ന ദൈവത്തിൻ്റെ ദൂതൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, പരിശുദ്ധാത്മാവാകുന്ന തങ്കപ്രാവിൻ്റെ ചിറകടി ശബ്ദം ഉയരുമ്പോൾ, ആ വ്യക്തി ആദ്യമായി വീണ്ടും ജനനത്തിലേക്ക് വരികയാണ്. ചെയ്ത തെറ്റുകളോർത്ത് അലറിക്കരയുന്ന വീണ്ടും ജനനം. വീണ്ടും ജനനം പ്രാപിച്ച സകല ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അടുത്ത സ്റ്റെപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഒരു വ്യക്തിയിൽ ആധിപത്യം പുലർത്തുമ്പോൾ അവൻ്റെ മനസാക്ഷി ദൈവശബ്ദമായി പ്രതിധ്വനിക്കുകയാണ്. പക്ഷേ സാത്താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം അവസരം കിട്ടിയാൽ തിരിച്ചു കയറാൻ അവൻ കൊതിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ്, അവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ്. അപ്പോഴേക്ക് നോക്കുക, ആ ഹൃദയത്തോട് ആലയം ഏറ്റവും അടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലയത്തിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. സഭയിലേക്ക് വരുന്ന ഒരാൾ രക്ഷാനിർണയം പ്രാപിച്ചു കഴിയുമ്പോൾ ആലയത്തിൻ്റെ സ്ഥിതി അവൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്താണ്. എന്നാൽ ഒടുവിലത്തെ രംഗം വരുമ്പോൾ ഒരു ജയാളിയുടെ അതേ മനസ്സിനോടുള്ള ബന്ധത്തിൽ ആലയത്തിൻ്റെ സ്ഥിതി അവൻ്റെ ഹൃദയത്തിനകത്താണ്. പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്ക് കൂട്ടായ്മയുടെ ശക്തി വ്യാപരിച്ചേ മതിയാകൂ. കൂട്ടായ്മയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ആ ചിത്രത്തെ രണ്ടും ഒന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതാ അവൻ്റെ രക്ഷാനിർണയത്തിൻ്റെ പ്രാരംഭ സമയം, അവൻ്റെ ഹൃദയത്തിന് പുറത്താണ് ആലയത്തിൻ്റെ സ്ഥിതി. എന്നാൽ രക്ഷാനിർണയത്തിൻ്റെ ജയപോരാട്ടങ്ങൾക്ക് നടുവിൽ അവൻ്റെ ഹൃദയത്തിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിലാണ് ആലയത്തിൻ്റെ സ്ഥിതി. കൂട്ടായ്മയോട് ബന്ധം പുലർത്തുന്ന ദൈവമക്കൾ തിരിച്ചറിയുക. അതാണ് നിനക്ക് കരുത്തു പകരുന്നത്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളിൽ നിന്ന് നിന്നിലേക്ക് വ്യാപരിക്കുന്ന ആത്മീയ പെനിട്രേഷൻ ഉണ്ട്. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കറിയാം ആ കൂട്ടായ്മയുടെ ശക്തി അസാധാരണമാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഒരിക്കൽ അമേരിക്കയിലെ ഒരു ലോക്കൽ സഭയിൽ ഒരു വിശ്വാസിയെ ചില ആഴ്ചകളായിട്ട് ആരാധനയ്ക്ക് കാണുന്നില്ല. ആരാധനയ്ക്ക് കാണാതെ വന്നപ്പോൾ കൊടും ശൈത്യമായിരുന്നത് കൊണ്ട് ആ ദൈവദാസൻ അന്ന് സഭായോഗം കഴിഞ്ഞ് പെട്ടെന്ന് പോയി കാണാൻ ആഗ്രഹിച്ച ചില ക്രമീകരണങ്ങൾ ചെയ്ത് ഈ സഹോദരൻ്റെ വീട് തേടിച്ചെന്നു. വീട് തേടിച്ചെന്നപ്പോൾ സ്തോത്രം, ആ വീട്ടിൽ വലിയ ബഹളമൊക്കെ കേൾക്കാം. അങ്ങനെ ഇരിക്കെ അകത്തോട്ട് കയറിയപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തീയൊക്കെ കൂട്ടി, ആഴിയൊക്കെ കൂട്ടി, ചില ഇറച്ചികളൊക്കെ വേവിക്കത്തക്ക മുതൽ കരിച്ചു പൊരിച്ച് തിന്നാൻ എല്ലാവരും കൂടെ അടുത്തുകൂടി വട്ടം കൂടി ചിരിച്ചുല്ലസിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. പാസ്റ്റർ അകത്തോട്ട് കയറിയിട്ട് ഈ തീക്കുണ്ടത്തിൻ്റെ ഈ അതെ മീനും ഇറച്ചിയും ഒക്കെ വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗത്തിനടുക്കലേക്ക് ഒരു കസേര എടുത്തിട്ട് അവിടെ ഇരുന്നു. എല്ലാവരും എന്തൊക്കെയോ ചോദിച്ചപ്പോൾ ഒന്നും മറുപടി പറയാതെ അവിടെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു കൊടിലെടുത്തിട്ട് ആ തീക്കനലിനകത്തു നിന്നും ഒരു കനൽക്കട്ട എടുത്തപ്പുറത്തോട്ട് മാറ്റിയിട്ടു. വീട്ടുകാരൻ ചോദിക്കുന്നു, എന്തുണ്ട് വിശേഷം, കുടിക്കാൻ എന്തെടുക്കണം? പക്ഷേ ഇദ്ദേഹം ഒന്നും മറുപടി പറയാതെ ആ കനൽക്കട്ടയെ മാത്രം നോക്കിയിരുന്നു. ചില മിനിറ്റുകൾ കൊണ്ട് ആ കനൽക്കട്ട ചാരം മൂടി കരിക്കട്ടയായി മാറി. പെട്ടെന്ന് വീട്ടുകാരൻ പറയുന്നു, സാറേ, ഞങ്ങൾക്ക് മനസ്സിലായി, കൂട്ടായ്മയുടെ തീജ്വാലയ്ക്കകത്ത് നിന്നില്ലെങ്കിൽ നീ അധികം താമസിക്കാതെ പിന്മാറ്റത്തിൻ്റെ കരിക്കട്ടയാകുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദമാണ് മുഴങ്ങിയത്. ഇനിയും ഞങ്ങൾ ആരാധന ഒഴിവാക്കുകയില്ല. എത്ര തിരക്കിലാണെങ്കിലും ദൈവസന്നിധിയിലെ കോടിയെത്തത്തക്ക വിധത്തിൽ അകത്തൊരാത്മീയ നാഴികമണി പ്രവർത്തിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? നീ സാധാരണക്കാരനല്ല, നീ വീണ്ടും ജനിച്ച ദൈവപൈതലാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ജയാളിയുടെ ജയജീവിതത്തിൽ ആലയത്തോടുള്ള ബന്ധം ഏറെ പ്രസക്തമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന് സ്തോത്രം. ആലയത്തോടുള്ള ബന്ധം അവനുണ്ട്. കഷ്ടതയിലൂടെ അവൻ കടന്നു പോകുന്നു. അടുത്ത രംഗം അവൻ്റെ പരിശുദ്ധ ട്രിനിറ്റിയുടെ സാന്നിധ്യത്താൽ ആത്മവ്യാപാരം അനുഭവിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേയും പോരാ, ഇച്ചിരൂടെ ശബ്ദം ഉയർത്തി
പരിശുദ്ധാത്മ സ്നാനം അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. പരിശുദ്ധ തൃത്വം ഒരുമിച്ച് ഒരുവന്റെ ഹൃദയത്തിൽ അധിവസിക്കുകയും പൈശാചിക ശക്തികൾ ദൈവത്തിന് സ്തോത്രം തലയിൽ കൈവച്ച് നിലവിളിക്കുകയും അദൃശ്യ ദൈവത്തിൻ്റെ ദൂതന്റെ സംരക്ഷണം വെളിപ്പെട്ടു വരികയും ചെയ്യുന്ന രംഗം നിനക്ക് അനുഭവിക്കാൻ കൊതിയുണ്ടെങ്കിൽ അത് നീ ആത്മസ്നാനത്തിലൂടെ മാത്രമേ കാണുകയുള്ളൂ. ആത്മസ്നാനത്തിൻ്റെ പ്രത്യേകത ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ വാപൂട്ടി മൗനമായി അനങ്ങാമ്പാറ നയത്തിൽ ഹിമാലയ പർവ്വതത്തിൽ മുനി ഇരിക്കുന്നത് പോലെ ഇരുന്നേച്ച് പോകില്ല. അവൻ്റെ സ്തോത്രം കേട്ടാൽ അറിയാം. ഇന്ന് രാത്രി പറയട്ടെ, വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിന് മുൻപിൽ അറിയാത്ത ദൈവ തേജസ് നിന്റെ ശിരസിന് മീതെ നിഴൽ മൂടി വ്യാപരിക്കും. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കളുടെ നാവിൽ പരപ്രേരണ കൂടാതെ അന്യഭാഷയുടെ ചൈതന്യം വ്യാപരിക്കും. നാളെ നടത്താൻ പിശാച് ഒരുക്കി വച്ചിരിക്കുന്ന കണികൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് അഴിച്ചു മാറ്റും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, നിന്റെ കുടുംബത്തിന് നേരെ പിശാച് വരുത്തിവെക്കാൻ തുടങ്ങുന്ന ബന്ധനങ്ങളെ നീ പ്രാർത്ഥിക്കാതെ തന്നെ മറ്റു ചിലരെ കൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ച് ആത്മാവിൽ പോരാടുന്ന രംഗമാണ് ആത്മസ്നാനത്തിൻ്റെ രംഗം. അതിന്ന് രാത്രി ഉള്ളിലോട്ടൊന്ന് കയറണം. ഞാൻ ഇന്ന് രാത്രി ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ പറയാം, ആത്മസ്നാനം പ്രാപിച്ചവൻ്റെ ഹൃദയത്തിൽ കുരിശ് ഭാരമല്ല, പക്ഷേ പിന്മാറ്റക്കാരൻ്റെ ഹൃദയത്തിൽ കുരിശ് ചോര ഒഴുകുന്നതാണ്, ഭാരമാണ്. ആത്മസ്നാനം പ്രാപിച്ചവൻ്റെ ഉള്ളിൽ ആത്മഫലങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പ്രേരണയില്ല. സ്തോത്രം. മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്നു, മാവിൻ്റെ തടി കൊണ്ട് അല്ലെ പ്ലാവിൽ നിന്ന് ചക്ക ഉണ്ടാകുന്നു, പ്ലാവിൻ്റെ തടി കൊണ്ട് മേശ ഉണ്ടാക്കുന്നു. ഉണ്ടാകുമ്പോൾ ഒരു ശബ്ദവുമില്ല, ഉണ്ടാക്കുമ്പോൾ കൊട്ടൂടിയുടെയും ചുറ്റിയുടെയും ഒക്കെ ശബ്ദം കേൾക്കും. സ്തോത്രം. ക്ഷമിക്കടാ 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 ക്ഷമിക്കടാ, പോട്ടടാ, അത് വിട്ടുകളയടാ വിട്ടുകളയടാ, നോക്കരുതടാ നോക്കരുതടാ. ഇത് പറഞ്ഞ് 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 ശബ്ദമുണ്ടാക്കി അനുസരിപ്പിക്കുന്നതല്ല ദൈവസഭയ്ക്കകത്ത് വീണ്ടും ജനിച്ച ദൈവപൈതൽ വ്യാപരിക്കുന്ന ദൈവശക്തി. നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത എന്നിവ നിന്റെ ഉള്ളിൽ ആത്മഫലമായി ഉണ്ടാക്കുകയല്ല, അത് ഉണ്ടാകത്തക്ക വിധത്തിൽ ദൈവശക്തി വ്യാപരിക്കും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കടന്നു വന്നിരുന്ന് ആരാധിക്കുമ്പോൾ ആരാധന ഉണ്ടാക്കുകയല്ല, ആരാധന തന്നെ ഉണ്ടാകും. രക്തത്താൽ ജയം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇതിനകത്തുണ്ട്? പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ആത്മഫലങ്ങൾ ഒരുവനിൽ വെളിപ്പെട്ടു വരും. എന്നാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ, എത്ര സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവം. മുഖഭാവത്തിന് തന്നെ മാറ്റമായില്ലേ? സ്തോത്രം. എന്നാൽ അടുത്ത രംഗത്തേക്ക് നിങ്ങൾ നോക്കുക, മുഖം മാറുകയാണ്. കാലത്തിൻ്റെ യാത്രയിൽ തൊട്ടു മുൻപിലത്തെ ചിത്രത്തിൽ തുറന്ന കണ്ണുകളാണ്, പക്ഷേ അടുത്ത ചിത്രത്തിൽ കണ്ണുകൾ അടയാൻ തുടങ്ങിയിരിക്കുന്നു. ആന്തരികതയുടെ ക്രമങ്ങൾ മുഴുവൻ തെറ്റിക്കഴിഞ്ഞു. അതിഭയങ്കരമായൊരു സംഭവം നടക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങൾ വേഗം ഒന്ന് വരിക. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന് 43 മുതൽ വേഗം വായിക്കണേ. വളരെ ഭാഗങ്ങളുണ്ട്, പെട്ടെന്ന് പോയി അവസാനിപ്പിക്കാം. എല്ലാവരും തുറക്കണം. തുറന്ന് ഒരു പഠന മനോഭാവത്തോടെ ശ്രദ്ധിക്കുക. അതെ, മത്തായി സുവിശേഷം 12-ന്റെ 43 മുതൽ വായിച്ചാട്ടെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. വായിച്ചാട്ടെ. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7
വേറെ 7 ആത്മാക്കളുമായി കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുൻപിലത്തേതിലും വല്ലാതെയാകുന്നു. ഞാൻ ചോദിക്കുന്നു ഈ ദുരാത്മാവ്, പുറപ്പെട്ടു പോയ ദുരാത്മാവ് അസ്വസ്ഥനാണ്. രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾ ചെവി തുറന്ന് കേൾക്കണം. നിന്നിൽ നിന്ന് പുറപ്പെട്ടു പോയ ദുരാത്മാക്കൾ അസ്വസ്ഥരാണ്. മറ്റ് സ്ഥലങ്ങളെക്കാൾ നിന്നെ നിത്യ നരകത്തിൽ എത്തിക്കത്തക്ക വിധം അവർ നിന്റെ മേൽ നോട്ടം വെച്ച് പോരാടുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെ തകർക്കേണ്ടതിന്, നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കേണ്ടതിന്, നിന്റെ ശുശ്രൂഷയെ മുച്ചൂടും മുടിച്ചു കളയേണ്ടതിന്, നിന്റെ വികാരങ്ങളെ ഇക്കിളിച്ചിട്ട് പാപത്തിലേക്ക് നിന്റെ കണ്ണുകളെ ആഴത്തിൽ കൊണ്ടുപോകേണ്ടതിന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശക്തി വ്യാപാരം നിന്റെ ജീവന്റെ പുറകിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും നിന്റെ ദൈവകൃപ തകർക്കാൻ, നിന്റെ പ്രാർത്ഥനാ ജീവിതം ഉടച്ചു കളയാൻ, നിന്റെ മധ്യസ്ഥതയുടെ സ്പിരിറ്റിനെ തകർക്കാൻ അവൻ നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രാത്രി പറയട്ടെ, ഹൃദയത്തിൻ്റെ ഉള്ളിലെ ദൈവപുത്രന്റെ നിരന്തര സാന്നിധ്യം അനുഭവിക്കുന്ന രംഗം എപ്പോൾ അസ്തമിക്കുമോ അപ്പോൾ നിന്നിൽ നിന്ന് പുറപ്പെട്ടു പോയ ദുരാത്മാവ് ഒറ്റയ്ക്കല്ല വരുന്നത്. 7 ദുഷ്ടതയേറിയ ആത്മാക്കളുമായി തിരികെ വരുമ്പോൾ 8 പേരുടെ ഒരുമിച്ചുള്ള കുടിപാർപ്പിലേക്ക് മറ്റാരും കാണാതെ നിന്റെ മനസ്സ് ബൈൻഡ് ചെയ്യപ്പെടും. ഇതിന്ന് രാത്രി ഗൗരവത്തോടെ ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഇതാ നോക്കൂ, ആ ചിത്രത്തിലേക്ക് ദുരാത്മാക്കൾ ഓരോന്നും ഇറങ്ങിപ്പോയ പൈശാചിക സ്വഭാവങ്ങളുടെ പുറകിൽ നിൽക്കുകയാണ്. പന്നിയുടെ പുറകിൽ, മയിലിൻ്റെ പുറകിൽ, സ്തോത്രം, ഇതാ ആട്ടുകൊറ്റൻ്റെ പുറകിൽ, അങ്ങനെ ഓരോ ആസക്തികളുടെയും പുറകിൽ ദുരാത്മാക്കൾ നിൽക്കുകയാണ്. ആ ദുരാത്മാക്കൾ തിരികെ വന്ന് 8 പേരോടൊപ്പം പാർത്ത് അതിഭീകരമായ ആ രംഗം സൃഷ്ടിക്കാൻ അവസരമൊരുക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എനിക്ക് കൈമോശം വരരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എനിക്കിതിനോട് ബന്ധപ്പെട്ട് വായിപ്പിക്കാൻ നിരവധി വാക്യങ്ങളുണ്ടെങ്കിൽ ക്ലോക്കിനെ ഞാൻ ഭയപ്പെടുകയാണ്. ഒരു കൊച്ചു സംഭവം ഞാൻ പറയാം. ചില വർഷങ്ങൾക്ക് പുറകിൽ 2ാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കേരളത്തിൽ വറുതി അങ്ങേയറ്റമായിരിക്കുമ്പോൾ മധുരിതാംകൂറിൽ നിന്നും ഒരു കുടുംബം തങ്ങൾക്കുള്ള എല്ലാ വസ്തുവകകളും വിറ്റ് അവിടെ നിന്ന് നേരെ തിരുവല്ല വഴി, സ്തോത്രം, നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവരുടെ പണമെല്ലാം, സാധനങ്ങളെല്ലാം വിറ്റ പണം ഒരു പെട്ടിക്കകത്താക്കി ആ പെട്ടിയോടൊപ്പം തുണിയും മെത്തയും മറ്റ് സാധനങ്ങളും കലവും ചട്ടിയും ഒക്കെ ചേർത്ത് 2 വയസ്സ് 2.5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനെ അമ്മ മടിയിൽ വെച്ച് ഓമനിച്ച് ആ പെട്ടിയുടെ പുറത്തിരിക്കുകയാണ്. പെട്ടിക്കകത്താണ് വിറ്റ സാധനങ്ങളുടെ പണം ഇരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം, സ്തോത്രം, മലബാർ മേഖലയിൽ ചെന്ന് അവിടെ കാട് വെട്ടിത്തെളിച്ച് അന്ന് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഘട്ടമായതുകൊണ്ട് പണം കൊടുത്ത് കുറച്ചേറെ വസ്തുക്കൾ കൈവശമാക്കി അവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പോകുകയാണ്. നടന്ന സംഭവമാണ്. ഈ അമ്മ ഈ പെട്ടിപ്പുറത്തിരുന്ന് കുഞ്ഞിനെ ഇങ്ങനെ ഓമനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് തൊട്ടപ്പുറത്തൊരു ചായക്കടയിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിക്കാൻ തിരിഞ്ഞു. ചായ കുടിക്കാൻ അങ്ങോട്ട് തിരിഞ്ഞുടനെ ഈ കുഞ്ഞിനെ അമ്മ വെറുതെ തൊട്ട് മുൻപിലേക്കൊന്ന് വിട്ടു. അപ്പോൾ ഒരു മനുഷ്യൻ ഗേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ കൈകൊട്ടി കുഞ്ഞിനെ വിളിച്ചു. കുഞ്ഞിനോട് കളിക്കുകയാണെന്നാണ് തോന്നിയത്. ആ കുഞ്ഞ് നേരെ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് വാത്സല്യപൂർവ്വം കൈകൊട്ടി വിളിച്ചപ്പോൾ അടുത്തു. അങ്ങോട്ട് അടുത്ത് ചെല്ലുകയും അമ്മ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ 2 കൈ കൊണ്ട് കോരിയെടുത്തുകൊണ്ട് ആ മനുഷ്യൻ ഗേറ്റിൻ്റെ പുറത്തോട്ടിറങ്ങാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പുറകെ ഓടിച്ചെന്ന് ഈ മനുഷ്യനുമായി മൽപ്പിടുത്തമുണ്ടാക്കുന്നു. മൽപ്പിടുത്തമുണ്ടാക്കി കുഞ്ഞിനെ തിരികെ പിടിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോൾ ഇരുന്ന പെട്ടിയില്ല. നാടകമായിരുന്നു, കള്ളത്തരത്തിൻ്റെ നാടകമായിരുന്നു. ഭർത്താവ് ചായ കുടിച്ചിട്ട് വന്നപ്പോൾ അടുത്ത സ്റ്റാൻഡിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലി പോലും ഇല്ലാതെ ആ പെട്ടിപ്പോയ വേദനയിൽ തലയിൽ കൈകെട്ടി സിമന്റ് തറയിൽ മുട്ടുകുത്തിക്കൊണ്ട് അലറിക്കരഞ്ഞതുപോലെ, കേട്ടോ, ഈ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ നിന്റെ ഏറ്റവും വലുതായ
ദൈവപുത്രന്റെ ആന്തരിക സാന്നിധ്യം നിന്റെ പാപപ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ കുഞ്ഞേ, വാകട്ടിക്കവാതെ തുറന്ന് കരഞ്ഞാലും തിരിച്ചു കിട്ടില്ല. ഇന്ന് രാത്രി കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിലൊന്ന് പറയാം, എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന മോഹങ്ങൾക്കെതിരെ എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി യുദ്ധം ചെയ്യണം. പ്രാർത്ഥിച്ചേ, വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങളുടെ ഈ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി ചോദിക്കട്ടെ, അമ്പരചുംബിയായ അതിമനോഹരമായ ശില്പവൈദഗ്ധ്യത്തിൻ്റെ തങ്കക്കുടമായ യെരൂശലേം ദൈവാലയത്തിൻ്റെ തകർച്ചയ്ക്ക് മുൻപ് യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഹോവയുടെ മഹത്വം അതിരുന്നിരുന്ന കെരൂബുകളുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ കവാടത്തിൽ വന്നു. അതിനുശേഷം ദൈവാലയത്തിൻ്റെ മുകളിലേക്ക് പോയി. അതിനുശേഷം ദൈവാലയത്തിൻ്റെ കിഴക്കുള്ള മലയുടെ മുകളിൽ ചെന്നു. ആ സമയം ഞാൻ കേൾക്കെ മഷിക്കാരൻ്റെ മഷിക്കുപ്പിയുമായി അടയാളമിടുവാൻ വന്നവനോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, സ്തോത്രം, അടയാളം അതെ ഈ വിഷയത്തിൽ ഓർത്ത് വേദനിക്കുന്നവരുടെ നെറ്റിയിലിടണം. അടയാളമുള്ള ഒന്നിനെയും തുടരുത്, ബാക്കി മുഴുവനെയും അതെ നശിപ്പിച്ച് കളയണം. ബാലനെന്നോ വൃദ്ധനെന്നോ യുവതിയെന്നോ യുവാവെന്നോ വിചാരിക്കാതെ മുഴുവനെയും കൊന്നുകളയുക. അടുത്തത് തുടങ്ങേണ്ട സ്ഥലം യെഹെസ്കേൽ 9 പറയുന്നുണ്ട്, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുക. ഇന്ന് രാത്രി പറയണം, മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. കാളയെ അറുത്ത് ചോര ഒഴുകുന്നത് പോലെ യഹൂദന്റെ ദൈവാലയത്തിനകത്ത് ചോര തളം കെട്ടി നിൽക്കുമ്പോൾ ഒരു കാലത്ത് ദൈവ തേജസ്സിന്റെ മഹത്വം നിലനിന്ന ആ ആലയത്തിനകത്ത് ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരുടെ വസ്ത്രത്തിന്റെ തിളക്കം മാത്രമായി അവസാനിച്ചപ്പോൾ ആലയം ഇടിച്ചു നിരത്തപ്പെട്ട് കൂത്തുകാഴ്ചയായത് സത്യമാണെങ്കിൽ രക്ഷാനിർണയം പ്രാപിച്ച നിന്റെ ശരീരമെന്ന ആലയത്തിനകത്ത് യേശുവിൻ്റെ നിരന്തര സാന്നിധ്യം എന്ന് നഷ്ടമാകുമോ? അതിൻ്റെ തൊട്ടുപുറകെ പൈശാചിക ദുരാത്മാക്കൾ തിരിച്ചു കയറാൻ അവസരം കാത്തിരിക്കുന്നു എന്ന വസ്തുത വിസ്മരിക്കരുത്. അനർത്ഥം കൺമുൻപിലുണ്ട്. ഇന്ന് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ, എനിക്കതിന്മേലൊന്ന് ജയമെടുക്കണം. പ്രാർത്ഥിച്ചേ. ക്ലാസ് ഇച്ചിര ദൈവത്തിന് സ്തോത്രം വാക്യങ്ങളിലേക്ക് പോകുന്നത് കുറഞ്ഞാലും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സമയം ഒരു കാര്യം പറഞ്ഞു. ഈ ക്ലാസ് ഇവിടെ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടല്ല, ഇതിൻ്റെ പുറകിൽ പ്രവചന നിയോഗമുണ്ട്. ആരൊക്കെയോ ജീവിതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ മണ്ണിനോട് യാത്ര പറയാൻ തുടങ്ങുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അനർത്ഥത്തിലേക്ക് അവർ പോകാതിരിക്കത്തക്ക വിധം അവരുടെ മേൽ മരണദൂതൻ്റെ തണുത്ത കരങ്ങൾ തലോടുന്നതിന് മുൻപ് ചിലരെ നിത്യതയ്ക്കായി ഒരുക്കാൻ ദൈവം ചെയ്ത കാര്യപരിപാടിയാണ് ഇവിടെ നടക്കുന്ന ക്ലാസ് എന്ന് ഞാൻ പ്രവചന നിയോഗത്തോടെ കാണുകയാണ്. ചില വ്യക്തികൾ നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ കാലത്തിൻ്റെ യാത്രയിൽ അവരുടെ മനസ്സിനെ ഭരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ അവരുടെ വ്യാപാര മനോമണ്ഡലത്തിൽ ബന്ധിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, കരമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എൻ്റെ ശരീരത്തെ പ്രദർശിപ്പിക്കാൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന മോഹം ഉൾപ്പെടെ അശുദ്ധി, ദൈവത്തിന് സ്തോത്രം. ഞാനൊരിക്കൽ ഒരു സഹോദരൻ സിഗരറ്റ് വലിക്കും എന്നൊരു അറിവ് കിട്ടിയത് കൊണ്ട് അയാളെ നിരീക്ഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിൻ്റെ പിന്നാമ്പുറത്തൂടെ ഒരു വീട് ഭവന സന്ദർശനം നടത്തിയച്ച് ആ ഭാഗത്തിൻ്റെ കയ്യാല ഭാഗം സ്റ്റെപ്പ് വഴി ഇറങ്ങി വരുമ്പോൾ ഈ വീടിൻ്റെ ബാക്കിലത്തെ മതിലിനും മുൻപിലത്തെ ബാക്കിലത്തെ അടുക്കളയുടെ ഇടയിൽ ഇച്ചിരി സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ പുക പൊങ്ങുന്നു. ശ്രദ്ധിച്ച് നോക്കിയപ്പം പുള്ളി ബീഡി വലിക്കുക. ഞാൻ അങ്ങോട്ട് ചെന്ന് അച്ചായോ എന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കുകയും ഈ പുള്ളി ബീഡി അങ്ങ് നിലത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് കയറി ചവിട്ടിപ്പിടിച്ച് നിന്നേച്ച് ഒറ്റ വിഴുങ്ങങ്ങ് വിഴുങ്ങി. സ്തോത്രം. പുകയല്ലയോ, അതകത്ത് നിൽക്കുമോ, മൂക്കിൽ കൂടെ പുറത്തോട്ട് ചാടി. ഞാനിന്ന് രാത്രി പറയട്ടെ, പുള്ളിയുടെ ഒരു കണ്ണുമെഴുപ്പീരൊന്ന് കാണണമായിരുന്നു. പുള്ളിക്ക് ദൈവം തമ്പുരാനെ കാട്ടി പേടി രാജു മേത്രയാ. ദൈവത്തിന് സ്തോത്രം. സഹോദര, ആരും കാണാത്ത രഹസ്യ ജീവിതത്തിനകത്ത് നീ വെട്ടി വിഴുങ്ങുന്ന ലഹരി പദാർത്ഥങ്ങളുമായി നീ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന കർത്തൃമേശ നിന്റെ മരണ ദിവസം കുറിക്കുന്ന വിഷവസ്തുവായി മാറുമെന്ന വസ്തുത വിസ്മരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓരോ ദുരാത്മാക്കൾ അതിൻ്റെ പുറകിൽ കുടികൊള്ളുകയാണ്. ഇന്ന് ശബ്ദമുയർത്തി ഇന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഈ ബലഹീനതകളുടെ മേൽ
ജയമെടുത്തേ പറ്റൂ. ശബ്ദമുയരട്ടെ. എനിക്ക് ഈ ബലഹീനതകളുടെ മേൽ ജയമെടുത്തേ പറ്റൂ. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ് ഒരു മുൾപ്പടപ്പിനെ മൂടി നിന്നതുപോലെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളുടെ മനോമണ്ഡല ബന്ധനത്തിൽ നിന്ന് രാത്രി വിമുക്തമാകുന്ന രാത്രിയാണ്. ആ അശ്ലീലതകളോടുള്ള ആസക്തികളുടെ കെട്ടിനെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റാൻ തുടങ്ങുന്ന രാത്രിയാണ്. ചില കുടുംബജീവിതത്തിനകത്ത് വ്യാപരിക്കുന്ന അവിശ്വസ്തതയുടെ ബന്ധനങ്ങളെ കർത്താവ് ഇന്ന് രാത്രി ആത്മാവിൽ തകർക്കുന്ന രാത്രിയാണ്. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന മഴ പോലെ ഈ ക്ലാസ്സിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രിയിലെ വ്യക്തികൾക്ക് പോരാടി നിൽക്കാൻ കൃപ പകരുന്നു. ദൈവാത്മാവ് രാത്രിയിലെ വ്യക്തികളോട് പറയുന്നു, തെറ്റുകുറ്റങ്ങളുടെ കൂടെയുള്ള ആക്രമണ നിമിത്തം നിന്റെ ഇച്ഛാശക്തിയെ ബലഹീനമാക്കി നിന്നെ കൊണ്ട് രഹസ്യമായി പാപം ചെയ്യിച്ച് ഒരു ദിവസം നിന്നെ പരസ്യകോലമാക്കത്തക്ക വിധം നിന്റെ പുറകിൽ വാദിക്കുന്ന ബന്ധനത്തെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റാൻ കൊതിക്കുന്നു. ആത്മാവിൽ പറ, എനിക്ക് പാപ സ്വഭാവത്തിന്മേൽ ജയമെടുക്കണം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കുകയും ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിലുള്ള പാപ സ്വഭാവത്തിന്മേൽ ജയമെടുക്കണം. പഴയ അപ്പച്ചന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് പഴയ ആരാധനയെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടോ? സ്തോത്രം. അന്യഭാഷയിൽ ആരാധിച്ചങ്ങോട്ട് തുടങ്ങിയിട്ട് പഴയ അമ്മച്ചിമാരുടെ കച്ചമുറിയുടെ കെട്ടിനകത്തിരിക്കുന്ന പോലെയും പാക്കും ഇരുന്ന് ആരാധിക്കുന്ന തഴപ്പായുടെ അടി തിരികിയച്ച് എഴുന്നേറ്റ് പോയ കാലമില്ലായിരുന്നോ? അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാധിക്കുന്ന സമയം, സ്തോത്രം, തന്നെ കൈ ചെന്ന് ഈ മാല പറിച്ചെടുത്ത് സ്തോത്രകാഴ്ച പാത്രത്തിലിട്ട കാലമില്ലായിരുന്നോ? സ്തോത്രം. ഇന്ന് രാത്രി ഓർക്കുക, ഇത് മുഴുവൻ കൈമോശം വന്ന ഈ തലമുറയ്ക്ക് തുറന്ന് ഞാൻ പറയാം, പാപം എന്നൊന്നില്ല. എന്താ പിന്നെ പാപം എന്ന് പറയാം? ഗവൺമെന്റ് പിടിച്ചാൽ കുറ്റക്കാരാകാൻ സാധ്യതയുള്ള വിഷയമല്ലാതെ മറ്റൊന്നും നമ്മുടെ സമൂഹത്തിന് പാപമല്ല. ഓർക്കുക, അപകടമാണ്. ഞാൻ ചോദിക്കട്ടെ, കൊലയടുക്കുമ്പോൾ തളപ്പ് പൊട്ടിയാൽ എന്ത് സംഭവിക്കും? പച്ച മലയാളം പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. തളപ്പിട്ടാണ് തെങ്ങേ കീറിയത്. കൊലയടുത്തു, തളപ്പങ്ങ് പൊട്ടിപ്പോയി, എന്ത് സംഭവിക്കും? കരയടുക്കുമ്പോൾ തൊഴ പോയി, എന്ത് സംഭവിക്കും? ഇത് തന്നെ സംഭവിക്കും നിനക്ക്. അതുകൊണ്ട് പാപ സ്വഭാവത്തിന്മേൽ ജയമെടുക്കാൻ, അതിനെതിരെ പോരാടാൻ സജ്ജമാകുക. അടുത്ത രംഗമാണ് ഭയങ്കരം. ബാഹ്യമായി എല്ലാ പ്രകടനങ്ങളുമുണ്ട്. ഇമിറ്റേഷൻ, അന്യഭാഷ വായിലൂടെ പതഞ്ഞ് നുരഞ്ഞൊഴുകുന്നുണ്ട്. താളം മുറുകുമ്പോൾ തുള്ളൽ വരെയുണ്ട്. പക്ഷേ ആ മുഖം വല്ലാതെ ഇരുണ്ടുപോയി. ആ കണ്ണുകൾ മിക്കവാറും ആത്മീയ ദർശനത്തിൻ്റെ മുൻപിൽ അടഞ്ഞു കഴിഞ്ഞു. ആ മനസാക്ഷിയുടെ ശബ്ദം നിലച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ഒരു വാക്ക് അവിവേകമായി പറഞ്ഞാൽ കുറ്റബോധ നിമിത്തം കണ്ണു നനയുമായിരുന്നു. പക്ഷെ നക്ഷത്രം ഇരുണ്ടു കഴിഞ്ഞു. പിൻപുറപ്പെട്ടു പോയ സകല ദുരാത്മാക്കളും പൈശാചിക ശക്തികളുമായി ഉള്ളിൽ കുടിയിരിപ്പ് തുടങ്ങി. അവസാന രംഗം അതിഭയങ്കരം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു രംഗം നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ, പാസ്റ്റർ നെഗറ്റീവ് പറയരുതെന്ന് ചിലപ്പം ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യതയാണ്. ലക്ഷ്യം അതാണേ. ആമേൻ. എൻ ജീവന. ഞാനിന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര നാൾ ഇവിടെയുണ്ട്? എത്ര നാൾ ഇവിടെയുണ്ട്? നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് മനോഹരമായൊരു പഴയ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു നാടകമാണ്. ആ നാടകത്തിലെ ഓരോരോ അഭിനയ രംഗങ്ങൾ നമ്മളിങ്ങനെ അഭിനയിക്കുകയാണ്. 50 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്ക്. വിഷമിപ്പിക്കാനല്ല, ഒന്ന് കൈ ഉയർത്തിക്കുക. 50 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കുക. സൂക്ഷിച്ചോണം. ദൈവത്തിന് സ്തോത്രം. 365 ഗുണം 80 സമം 29,200 ദിവസം. ഇനിയും ബാക്കി ഉണ്ടെന്നല്ല, ചിലരുടെ മുഖത്ത് നോക്കിയിട്ട് ഇനിയും ബാക്കി അത്രയും ഉണ്ടെന്നല്ല,
പിള്ളത്തൊട്ടിലിൽ തുടങ്ങി, ശ്രദ്ധിക്കണം, പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്ക കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതത്തിൽ തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ മൊത്തം കൂടെ കിട്ടിയാൽ എത്രയും കിട്ടും? 29,200 ദിവസം കിട്ടും. 29,200 കൊല്ലമല്ല, 29,200 ദിവസം. 50 കഴിഞ്ഞെങ്കിൽ പോട്ടെ, 29,200-ൽ 40 അങ്ങ് പോയെന്നിരിക്കട്ടെ. 10-ൽ പക്വതയില്ല, 20-ൽ ഇരുന്ന് ചിന്തിക്കത്തില്ല, 30-ൽ മുഷ്ക്, 40-ൽ നാക്ക്, 50-ൽ അറിവ്, 60-ൽ പിറുപിറുപ്പ്, 70-ൽ അവസാനത്തേക്കുള്ള ഒരുക്കം, 80-ൽ യാത്ര. ഇതാണ് ജീവിതം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം അങ്ങോട്ട് തുടങ്ങുകയാണ്. നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. ആ കവി പറഞ്ഞ മനോഹരമായ ഒരു പല്ലവികളുണ്ട്. ആദ്യത്തെ രംഗം, ചോരക്കുടം പോലൊരു കൊച്ചു കുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴം തുണിക്കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നിതാദ്യം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ഇങ്ങോട്ട് വന്നത്. പണ്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ നെയ്യ് പുരട്ടി പാളയ്ക്കകത്ത് വെയിൽ കൊള്ളാൻ കിടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. പോക്കുവെയിൽ കൊണ്ടാൽ പൊന്നാകും എന്നൊക്കെയുള്ള ആ പഴയ പല്ലവിയിൽ അങ്ങനെ പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നിതാദ്യം. പന്തും പടവും പമ്പരവും കറക്കി, കണ്ടോ മൂന്നാമത്തെ കക്ഷയുടെ കയ്യിലിരിക്കുന്നത്, പന്തും പടവും പമ്പരവും കറക്കി കളിച്ചു ചാടി കളിയോടി ആടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പയ്യൻ. രണ്ടാമത്തെ അഭിനയ രംഗം. അടുത്ത രംഗം കണ്ടോ, കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അവൻ്റെ വിജയത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ. സ്തോത്രം. മുഖവും മിനുക്കി തലയും മിനുക്കി ബെനിയൻ ബെനാറീസ് 703, ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി പിന്നെ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പൊട്ടുന്ന പ്രായം. ബുൾഗാൻ, വീതുളി, പഴുതാര ഒക്കെ അടിച്ച് കലക്കി ശരീരത്തെ പരമാവധി മോഹരൂപത്തിൽ അവതരിപ്പിച്ചിറങ്ങുന്ന രംഗം. പാവാട, ജാക്കറ്റ്, പട്ടുസാരി, കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ, പെങ്കോന്തനേവൻ പുറകെ ഈ വണ്ണം കാൺമാൻ ബൃഹത്താന്ത വിശേഷ വേഷം. അതാണ് കല്യാണം കഴിച്ചിറങ്ങുന്ന കാലം. ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ ആ ദിവസത്തെ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ എലിപ്പെട്ടിയിൽ വീണതുപോലെ ഇരിക്കുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടം. സ്തോത്രം. ഇനിയും പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ ഭാര്യ വന്ന് ഭർത്താവിനോട് പറയുകയാണ്, കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ. പഴയ കാലത്തെ ആ രീതിയാണ്. വീട്ടിൽ പിള്ളേരൊക്കെ സെറ്റിൽമെൻ്റ് ആകാൻ തുടങ്ങുന്ന സമയമാണ്. കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ. അപ്പോൾ ഭർത്താവിൻ്റെ മറുപടി, പൊടി അവൾ പഠിക്കട്ടെ, നിനക്കെന്തറിയാം, കുടുംബകലഹം ബഹുവിശേഷം. എന്ന് ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ പാസ്റ്ററെ യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിനൊരു ചെറിയ ബഹളം കഴിഞ്ഞാച്ചാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വീട് വെക്കുക, പിള്ളേരെ കല്യാണം കഴിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കുക, അങ്ങനെ സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങുന്നൊരു കാര്യം. അങ്ങനെ സെറ്റിൽമെൻ്റൊക്കെ ആയി. അപ്പോൾ അവസാനം ശരീരത്തിൻ്റെ ബലഹീനത കണ്ടോ, അവസാനം വടികുത്തുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് വരികയാണ്. ആ വടികുത്തുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്ത് തൻ മക്കൾ തിരുമിടുന്നു. കാർപ്പാസ ബീജാതി ബലാ സുഗന്ധം എന്ന് പറഞ്ഞാൽ പഴയ ആയുർവേദ മരുന്ന. കാർപ്പാസ ബീജാതി ബലാ സുഗന്ധം, ബലഷഷ്ടമാംഗം, ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തരിപ്പ്, മരപ്പ്, ഇരിപ്പ്, പെരുപ്പ് ഒക്കെ തുടങ്ങുന്നൊരു കാലം. ഇനിയും അവസാനമുണ്ട്. റെസ്റ്റ് ഇൻ പീസ്. വൈദ്യൻ വരുന്നു, വലിവേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴെ കിടത്തുന്നു, ഇസ്തം സമസ്തം നരനാടകാംഗം. പോയി നേരെ ഹോസ്പിറ്റലിലേക്ക്, തുടർന്ന് മോർച്ചറിയിലേക്ക്, അവസാനം സെമിറ്ററിയിലേക്ക്. ഇതുകൊണ്ട് കഥ തീരുകയാണെങ്കിൽ സാരമില്ല, എന്നാൽ ഇതുകൊണ്ട് നിത്യതയുടെ കഥ തുടങ്ങുകയാണ് എന്ന് കാണാൻ കണ്ണു തുറന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ എൻ്റെ നാഥനോടൊപ്പം നിത്യത പങ്കുവെക്കും. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തോത്രം ചെയ്യാമോ? എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഈ ദൂതിന് മുൻപിൽ നിൽക്കുമ്പോൾ ഇതാണൊരു ഭക്തൻ്റെ ജയജീവിതത്തിൻ്റെ ചിത്രം. നിങ്ങളിന്ന് രാത്രി ഇവിടെ ഇരുന്ന് ഈ വചനം കേട്ട് ഇത് അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കുറഞ്ഞപക്ഷം വാക്യമായി വായിപ്പിക്കാൻ എഴുതി വച്ചിട്ടുണ്ടോ, നോട്ട് ചെയ്തിട്ടുണ്ടോ, ഓർമ്മയിലുണ്ട് എങ്കിൽ തന്നെയും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വാക്കുകൾക്ക് അവസാന കുത്തിടേണ്ട ടൈം അടുത്ത് വരുന്നത് കൊണ്ട് നിങ്ങളെ ആ ചിത്രത്തിലേക്ക് മാത്രം ഞാൻ നോക്കിക്കുകയാണ്. നിങ്ങൾ നോക്കുക,
അതിലെ ചുറ്റും നിൽക്കുന്ന 7 ദുരാത്മാക്കൾ അവന് ചുറ്റും അവസരം കാത്തു കഴിയുകയാണ്. ദൈവത്തിൻ്റെ മാലാഖ അവൻ്റെ തലയുടെ പിൻപിൽ കാവലിനായി വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ ആത്മലോകം നിയന്ത്രിക്കുന്നതിലേക്ക് വരികയാണ്. അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ ആത്മലോകം നിയന്ത്രിക്കുകയാണ്. ഞാനിന്ന് രാത്രി പറയട്ടെ, എല്ലാത്തിനോടും യേശു പറയാതെ ആരും പറയാത്ത വിധത്തിൽ അവൻ്റെ ആത്മമണ്ഡലത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനാൽ അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ ആത്മലോകം നിയന്ത്രിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് അത് അറിയാം. ഒരാൾ തലയിൽ കൈവച്ച് പ്രവചനം പറയാനില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കേണ്ട വിഷയത്തിന് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ തട്ടി എഴുന്നേൽപ്പിക്കത്തക്ക വിധം നിന്റെ ശിരസിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ ദൂതൻ ഏറ്റുവാങ്ങുന്ന രംഗം ഇന്ന് രാത്രി അനുഭവിച്ചറിയുന്ന എത്ര ദൈവമക്കളുടെ ഇവിടെ. 2ാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ ഗാഠമായി ഉറങ്ങുകയാണ്. സമയം രാത്രി 2 മണി. 2 മണിക്ക് ഉറങ്ങുന്ന സമയം തൻ്റെ ഏക മകൻ നേവിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്ററാണ്. പക്ഷേ 2 മണി അടുത്തപ്പോൾ ഈ അമ്മയെ ആരോ തട്ടി ഉണർത്തുന്നത് പോലെ ഒരു അശരീരി ശബ്ദം കേൾക്കുകയാണ്. എഴുന്നേറ്റിരുന്ന് മകൻ്റെ സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കുക. ഈ അമ്മ എഴുന്നേറ്റു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം നേരിട്ടു. ഇതിനിടയ്ക്ക് ഒരു ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. ആവശ്യമില്ലാത്ത സമയം ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നിന്റെ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനെയോ ബന്ധിക്കാൻ നിന്റെ നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. നിന്റെ കാവൽ മാലാഖയുടെ സാന്നിധ്യത്താൽ ഒരു അസാധാരണ പോരാട്ടം ആരംഭിക്കുകയാണ്. നീ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറ ആയിരിക്കുന്ന ഇടത്ത് ഒരു അസാധാരണ സുരക്ഷിതത്വം വ്യാപരിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ കാവൽ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ആ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവിച്ച സമാധാനത്തിന് മുന്നിൽ അമ്മ ചെയ്ത് കേൾക്കണോ? പേനായെടുത്ത് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിൽ ആ ഡേറ്റിന് മുന്നിൽ വൃത്തം വരച്ചിട്ട് 2 മണി എന്നോട് ബന്ധത്തിലെ സമയം കൃത്യമായി എഴുതിയിട്ടു. രാവിലെ ഉണർന്നപ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന ശബ്ദം തൻ്റെ മകൻ ഉപയോഗിച്ച ഫ്ലൈറ്റ് ക്രാഷായി. പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു പാരച്ചൂട്ടിൽ. പക്ഷേ പാരച്ചൂട്ട് നിവർന്നില്ല. അവരെല്ലാവരും മരിച്ചുപോയി. കേട്ടതിന് മുൻപിലിരുന്ന് ഒരുപാട് കരഞ്ഞു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത വന്നു. സഹപ്രവർത്തകർ മുഴുവൻ ഫ്ലൈറ്റ് ക്രാഷായപ്പോൾ ചത്തുപോയി, മരിച്ചുപോയി. എന്നാൽ ഇദ്ദേഹം പാരച്ചൂട്ടിൽ പുറത്തേക്ക് ചാടി. ഇദ്ദേഹത്തിൻ്റെ പാരച്ചൂട്ട് വന്നു പതിച്ചത് ശത്രുരാജ്യത്തല്ല, മിത്രരാജ്യത്തിൻ്റെ തെരുവിലായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്ന സമയത്ത് എയർപോർട്ടിലെത്തും. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, ആരും കാണാത്ത ജീവിതയാത്രയിൽ നിന്റെ തലമുറ അനുഭവിക്കുന്ന വിഷയത്തിന് നടുവിൽ ആരും നിനക്ക് ഇമെയിലോ ടെലഗ്രാമോ വാട്സപ്പ് സന്ദേശമോ നൽകിയില്ലെങ്കിലും അന്ധകരണത്തിൻ്റെ ഉള്ളിൽ നിനക്ക് മുഴങ്ങുന്ന ദൈവശബ്ദത്തിന്റെ വ്യാപാരത്താൽ ചിലതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യത്താൽ നിന്റെ തലയുടെ നിയന്ത്രണം ദൂതൻ ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി അത് അനുഭവിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി തിരിച്ച് ശ്രദ്ധേയമായിട്ട് പറയട്ടെ, ആ കുഞ്ഞിനെ സ്വീകരിച്ച് വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടുവരുമ്പോൾ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിൽ നോക്കിയിട്ട് ഈ അമ്മയോട് മകൻ ചോദിക്കുന്ന, അമ്മേ എന്തിനാ ആ ഡേറ്റിൻ്റെ മണ്ടയിൽ വൃത്തം വരച്ചിട്ട് ഈ 2 മണി എന്നുള്ള സമയം എഴുതിയിട്ടിരിക്കുന്നത്? ആ സമയം അമ്മ പറഞ്ഞ വാചകം കേൾക്കണോ? മോനെ, ഗാഠമായി ഉറങ്ങുമ്പോൾ നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു ഭാരമുണ്ടായി. ഈ സമയത്ത് ദൈവം എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചതാ. കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് ആ മകൻ പറഞ്ഞത്, അമ്മേ ലോകത്തിൽ ആർക്കും അറിയില്ല, ആ സമയമായിരുന്നു ഫ്ലൈറ്റ് ക്രാഷായി ഞാൻ പാരച്ചൂട്ടിൽ താഴേക്ക് ചാടിയത്. ഒരു ദൂതിന്ന് രാത്രി വിളിച്ചു പറഞ്ഞുകൊണ്ട് നിർത്താൻ തുടങ്ങുന്നു. നിനക്കറിയാത്ത കാര്യങ്ങൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ തലച്ചോറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. സകല പൈശാചിക ശക്തികളും ഒരുപോലെ ഇളകിയാടി പത്തി വിരിച്ച് വ്യാപരിച്ചാലും അതിന് തൊടാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതുവരെ ആലയത്തോട് അവന് പുറത്ത് ബന്ധമായിരുന്നു. ഇപ്പോൾ അവന്റെ ഹൃദയത്തിനകത്താണ് ആലയത്തിന്റെ സ്തുതി. നോക്കൂ, കർത്തൃമേശ, ആ ബ്രെഡ് അത് അനുഭവിക്കാൻ ഞായറാഴ്ചകളിൽ ഉള്ളിൽ മുഴങ്ങുന്ന ആ നാഴികമണിയിൽ അവൻ വിശുദ്ധ മേശയുടെ സംസർഗം കൊതിച്ചുകൊണ്ട് ആലയത്തിലേക്ക് ഓടിയെത്തുകയായിരിക്കും. അവൻ്റെ പണസഞ്ചി
കർത്തൃസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടതായതുകൊണ്ട് ആത്മീയ പ്രവർത്തനത്തിന് അവൻ്റെ ധനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവായുധവർഗം എന്ന പടച്ചട്ട അണിഞ്ഞിരിക്കുന്നു. ആത്മീയ സർവായുധവർഗം ധരിച്ചിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ വചനം മുഴങ്ങുന്നു. പക്ഷെ പ്രധാനമായി വചനത്തിൻ്റെ പൊസിഷൻ ആലയത്തിൻ്റെ മുകളിലായതുകൊണ്ട് വചനവും ആലയവും ഉള്ള അവൻ്റെ അടങ്ങാത്ത ഗാഢബന്ധം ശക്തമാകുന്നു. സ്തോത്രം. അവൻ്റെ ഉള്ളിൽ മനസാക്ഷി എന്ന നക്ഷത്രം കത്തിച്ചൊലിക്കുന്നു. നോക്ക്, കയ്യിൽ ജീൻസ് ഇട്ട ആ ചെറുപ്പക്കാരൻ മദ്യചഷകവുമായി അവൻ്റെ കൺമുൻപിലേക്ക് അടുക്കുന്നു. ഇല്ല, അവൻ അങ്ങോട്ടല്ല നോക്കുന്നത്, അവൻ ദൂരെ എവിടെയോ നോക്കുകയാണ്. ഞാൻ പറയാം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്കാണ് അവൻ്റെ കണ്ണുകൾ നട്ടിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മോഹങ്ങളിലേക്കെങ്ങും അവൻ്റെ കണ്ണുകൾ പോകുന്നില്ല. അവൻ്റെ കണ്ണുകൾ ദൂരേക്ക് നോക്കുകയാണ്. നിത്യതയാണ് അവൻ്റെ ഓഹരി. ദൈവത്തിന് മഹത്വം. ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ആര് സഹായിക്കും? ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോൾ ആശ്രയമാ ഭാര്യ, മക്കൾ, ബന്ധു, മിത്രരുമേവരും ഖേദം പെരുകിട്ടു. ശബ്ദം ഉയർത്തിയെന്ന് പാടിക്കേ. മാർവിലടിക്കുന്നു ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ. ഇന്ന് രാത്രി നിങ്ങൾ നോക്ക്, ഈ ഭക്തൻ നിരന്തര പോരാട്ടത്തിലാണ്. ഇന്ന് രാത്രി ഇതിനോട് ബന്ധപ്പെട്ട് പറയേണ്ട വേദഭാഗങ്ങൾ അകത്ത് തിളയ്ക്കുന്നുണ്ടെങ്കിലും ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് നിർത്തുമ്പോൾ പറയട്ടെ. നോക്കൂ, കുതിരപ്പുറത്ത് ദുരാത്മാക്കൾ അവന്റെ അവസരം കാത്തിരിക്കുകയാണ്. ശക്തമായ ഒരു കത്തി അവന്റെ ചങ്കിൽ കുത്തിയിറക്കുന്നു. ഞാൻ പറയാം, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും അവൻ കർത്താവിന് വേണ്ടി നിലകൊള്ളുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ ജോൺ ഹസിനെ? അറിയുമോ ജോൺ ഹസിനെ? വാക്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് വീടുകളുടെ വാതിൽ കൊട്ടി വിളിച്ച് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ രക്ഷയുടെ സന്ദേശം പറഞ്ഞ ജോൺ ഹസിനെ കത്തോലിക്ക മതത്തിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ച് റോമിലേക്ക് കൊണ്ടുപോയി വിസ്തരിപ്പാൻ. വിസ്താരത്തിലേക്ക് പോകുന്ന സമയം ആ ദൈവദാസൻ അനുഭവിച്ച പീഡയുണ്ട്. ഒടുവിൽ അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തെ കൊന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചെടി പോലെ ഒരുതരം ഉണങ്ങിയ ചെടിയുടെ കഷണങ്ങൾ ചേർത്ത് കെട്ടിയിട്ടിട്ട് അതിനെ നടുക്കോട്ട് കിടത്തിയതിന് ശേഷം അദ്ദേഹം അടിച്ചിറക്കിയ മുഴുവൻ ട്രാക്റ്റുകളും അദ്ദേഹത്തെ കിടത്തിയ ഇരുമ്പ് കെട്ടിന്റെ അടിയിലേക്ക് വാരിയിട്ടതിന് ശേഷം പുൾപിറ്റ് വെച്ച് ഒരു സുവിശേഷ പുരോഹിതൻ പാപശരീരം നശിപ്പിക്കപ്പെടണമെന്ന് റോമാലേഖനം 6-ാം അധ്യായം വായിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊടുത്തു. ഇന്നും ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന്റെ ബോഡി ശരീരം കത്തിച്ച സ്ഥലം നിങ്ങൾക്ക് കാണാം. ചുറ്റും നിന്ന ആളുകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സഹവിശ്വാസികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചിതയ്ക്കകത്തു നിന്ന് ഒടുവിലായി ജോൺ ഹസ് പറഞ്ഞ വാചകം അറിയാമോ? അല്ലയോ മതമേ, നിങ്ങൾ എന്നെ ഒരു ഈയാമ്പാറ്റയെ പോലെ ഉരുക്കി കൊന്നുകൊള്ളുക. എന്നാൽ യൂറോപ്പിന്റെ മണ്ണിൽ ഒരു നവീകരണത്തിന്റെ കഴുകൻ ചിറകടിച്ചു പൊങ്ങും. അവന്റെ തൂവൽ പറിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമാകില്ല. ഞാനിതാ ഏൽപ്പിക്കപ്പെടുന്നു. അദ്ദേഹം കത്തിത്തീർന്നു. അദ്ദേഹത്തോടുള്ള പക തീർക്കാൻ അദ്ദേഹത്തിന്റെ ശരീരം കത്തിയ ധൂളി ഒരു കുടത്തിൽ കോരി ഇംഗ്ലണ്ടിലെ തേംസ് നദിയിൽ കലക്കേണ്ടി വന്നു. ഇല്ല, ജീവൻ വില കൊടുക്കേണ്ടി വന്നിട്ടും പ്രമാണത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്ന ഭക്തൻ അവസാന ഘട്ടത്തേക്ക് അടുക്കുകയാണ്. വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിക്കുന്നു. ശരീരം ബലഹീനമാണ്. അവന്റെ കണ്ണുകൾ കേന്ദ്രീകരിക്കപ്പെട്ട ദൈവപുത്രനെ കാണാൻ സമയം അടുത്തു കഴിഞ്ഞു. ആ മരണക്കിടക്കയിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. ശാന്തമാണ് കിടപ്പ്. അവന്റെ അടുക്കലിരിക്കുന്നത് സീരിയലല്ല. അവന്റെ അടുക്കലിരിക്കുന്നത് മ്ലേച്ഛതയുടെ യാതൊന്നുമല്ല. അവന്റെ
നെഞ്ചിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ജീവന്റെ വചനമാണ്. ആ വേദപുസ്തകം നെഞ്ചിനോടൊന്ന് ചേർത്ത് വെച്ച്, ഇരിക്കുന്ന ദൈവമക്കൾ ആ വേദപുസ്തകം നെഞ്ചിനോടൊന്ന് ചേർത്ത് വെച്ച്. അവന്റെ നെഞ്ചിനോട് ചേർന്നിരിക്കുന്ന ജീവന്റെ വചനമാണ്. സ്തോത്രം. ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിത്യതയിൽ കാണുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഞാനൊരു കാര്യം കണ്ടു, ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനൊരു കാര്യം കേട്ടു, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ ഒരാൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കാര്യം സത്യമാണെന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ 9200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹെർമോൻ പർവ്വതത്തിന് മുകളിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഹാലൂസിനേഷനായിട്ടല്ല, മായക്കാഴ്ചയായിട്ടല്ല, പച്ച കണ്ണുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് BC 1451 മോവാബ് സമഭൂമിയിൽ എൻ്റെ ദൈവം ശവമടക്കിയ ദൈവത്തിൻ്റെ ദാസൻ മോശ എഴുന്നേറ്റ് വന്ന് യേശുവിനോട് സംസാരിക്കുന്നത് നേരിട്ട് കണ്ടത് സത്യമാണെങ്കിൽ, ഞങ്ങൾ അവൻ്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ, ഇവിടുന്ന് ആരാധിക്കുന്ന നീ അടുത്ത 1000 വർഷം കഴിഞ്ഞാൽ നിത്യതയെ കാണുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ദൈവാത്മ വ്യാപാരത്താൽ ആത്മാവിൽ പറയണം, കല്ലറയേക്കാൾ എനിക്ക് വലുത് എൻ്റെ നിത്യതയാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, എനിക്ക് നിത്യതയെ കാണണം. ഓ, രക്തത്താൽ ജയം. ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിൽ പറഞ്ഞാട്ടെ, എനിക്ക് നിത്യതയെ കാണണം, എനിക്ക് നിത്യതയെ കാണണം. ഒരു മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. ഏറ്റവും പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വരെ ആത്മമണ്ഡലത്തിലേക്ക് ബന്ധിക്കപ്പെടുകയാണ് രാത്രി. നിങ്ങളെ നോട്ടം വെച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ചേക്കേറാൻ വാദിക്കുന്ന ചില സാത്താന്യ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുന്ന രാത്രിയാണ്. പുറത്തു വരാൻ കൊതിയുണ്ടെങ്കിലും പുറത്തു വരാൻ അനുവദിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില സാത്താന്റെ സ്വാധീന വലയങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകരുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഓ, രക്തത്താൽ ജയം. പാസ്റ്ററെ, ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന നിയോഗം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. ചില അനർത്ഥങ്ങളെ അഴിച്ചു മാറ്റാൻ ഈ ക്ലാസ്സിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു തലമുറ ഒഴിയുന്നു. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാങ്കുട്ടി പാസ്റ്റർ, എൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു നിയോഗം തരികയാണ്. ഞാനത് പറയാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും ശക്തമായൊരു നിയോഗം. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പലരും പെട്ടകത്തിൽ കൈവെക്കുന്നു. ഒരു കാലത്ത് അന്യരാജ്യത്ത് ചെന്ന് മൂലക്കുരു ബാധിച്ച പശ്ചാത്തലത്തിൽ ശത്രുക്കളായ ഫെലിസ്ത്യർ ആ പെട്ടകം ഒരു വണ്ടി ഉണ്ടാക്കി അതിന് മുകളിലോട്ട് കയറ്റി വെച്ച് അതിനകത്ത് മൂലക്കുരുവും വെച്ച് 2 കറവ പറ്റാത്ത കിടാങ്ങളുള്ള പശുക്കളെ ആ പശുക്കളുടെ കൺമുൻപിൽ എടുത്തകത്തിട്ടതിന് ശേഷം ഈ കാളവണ്ടി പശുക്കളുടെ തോളിൽ വെച്ച് വിട്ടപ്പോ അവർ കരഞ്ഞും കൊണ്ട് പശുക്കൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. ഒരിക്കലും ഒരു പശു തന്റെ കുട്ടിയുടെ അടുക്കൽ നിന്ന് പോകില്ല. പക്ഷേ പെട്ടകത്തിന്റെ സാന്നിധ്യം തലയിൽ കയറിയപ്പോ കരയുന്ന പശുക്കൾ, കരഞ്ഞ പശു. ദൈവത്തിന്റെ ദാസൻ ദാവീദ് വ്യവസ്ഥ ലംഘിച്ച് പെട്ടകം കൊണ്ടുവരുമ്പോൾ ഒർന്നാന്റെ കളത്തിൽ വന്ന സമയം കാള വിരണ്ടു. ഞാൻ പറയാം, 2 കാലിൽ നടക്കുന്ന മനുഷ്യ, നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ 2 പശുവിന്റെ കണ്ണുകൾക്കും കാളയുടെ കണ്ണുകൾക്കും വെളിപ്പെട്ടത് കൊണ്ടാണ് കാള വിരണ്ടതും പശു കരഞ്ഞതും. ഇതറിഞ്ഞിട്ടും പരിചയം കൊണ്ട് ഉസ്സ പെട്ടകത്തിൽ തൊട്ടു. നീ താങ്ങേണ്ട പെട്ടകമല്ലിത്, നിന്നെ താങ്ങേണ്ട പെട്ടകമായത്. സംഹാരം പുറകിലുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ താങ്ങേണ്ടതല്ലിത്,
ഇത് നിന്നെ താങ്ങേണ്ടതാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ദൈവ സാന്നിധ്യം നിന്നിൽ നിന്ന് പറന്നകരുന്നതോടെ വരുന്ന അനർത്ഥം തിരിച്ചറിയത്തക്ക വിധം ഇന്ന് രാത്രി കണ്ണ് തുറക്കട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ബന്ധനത്തെ അഴിച്ചു മാറ്റി നിത്യതയ്ക്കായി ഒരുങ്ങാൻ ദൈവാത്മാവ് ക്ഷണിക്കുന്ന രാത്രിയായി രാത്രി. പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ഇന്ന് രാത്രി ശുശ്രൂഷ നടക്കുമ്പോൾ നിഷ്കളങ്കരായ പല ദൈവമക്കളും ഇതിനകത്തിരുന്ന് ഹൃദയം തകർന്ന്, കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ തലത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ ഇതിനകത്ത് കാണുകയാണ്. ചില കണ്ണുകൾ ഇതിനകത്ത് നിറഞ്ഞൊഴുകുകയാണ്, ചില കവിൾത്തടങ്ങൾ ഇതിനകത്ത് വിങ്ങുന്നുണ്ട്, ചില അധരങ്ങൾ ഇതിനകത്ത് വിതുമ്പുന്നുണ്ട്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാഭിഷേകം ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്തൊരു പുത്തൻ പകർച്ചയ്ക്കായി നിന്റെ ഹൃദയ പാത്രത്തെ ഒരുക്കുന്ന രാത്രിയാണ്. ദൈവശക്തി നിന്റെ മേൽ പകരപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അസാധാരണമായ അഭിഷേകത്തിന് നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഒരു സാധാരണ രാത്രിയല്ല, ഒരു അസാധാരണ ആത്മവ്യാപാരം നിന്നെ തൊടുകയാണ് ഈ രാത്രി. ആ ഹൃദയം വിങ്ങുന്ന വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിടുതലിന്റെ രാത്രിയാണ് ഈ രാത്രി. ദൈവശക്തി നിനക്കായി വ്യാപരിക്കുന്നു. കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവിന്റെ തീ ഈ രാത്രിയിൽ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അസാധാരണ നിയോഗത്തിലേക്ക് ചില വ്യക്തികൾ പൊടി കുടഞ്ഞെഴുന്നേൽക്കുന്ന രാത്രിയാണ്.